വാഗമൺ വന്നു കഴിഞ്ഞാൽ മറ്റൊരു സ്ഥലമാണ് തങ്ങൾപ്പാറ ഖമാം. ഇത് നമ്മുടെ വാഗമണിൽ തന്നെ കോലാഹലമേട് എന്ന് പറഞ്ഞ സ്ഥലത്ത് തന്നെയാണ്. അതിൻ്റെ അകത്തേക്ക് ഉള്ളിലേക്ക് ഒരു 1 കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ ഈ സ്ഥലത്ത് വരിക. അപ്പോൾ ഇതാണ് ഇവിടുത്തെ പാർക്കിംഗ് ഏരിയ. നമുക്ക് ഇവിടെ 30 രൂപ കൊടുക്കണം. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ തങ്ങൾപ്പാറയ്ക്കുള്ള മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ ഈ തങ്ങൾപ്പാറ സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലം കോട്ടയം ജില്ലയും നമ്മൾ അവിടെ കാണുന്ന ആ പോർഷൻ, വാഗമണിൻ്റെ പോർഷൻ എന്ന് പറയുന്നത് ഇടുക്കി ജില്ലയുമാണ്. അപ്പം തങ്ങൾപ്പാറ എന്ന് പറയുന്നൊരു മുസ്ലിം തീർത്ഥാടന കേന്ദ്രമാണ്. അപ്പം ഇവിടെ ഇപ്പോൾ ഒരുപാട് ടൂറിസ്റ്റുകൾ ഇവിടെ വരുന്നുമുണ്ട്. അപ്പം ഇവിടെ നിന്ന് നമുക്കിവിടെ ഒരു വൈറ്റ് മാർക്കിംഗ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ പാറയിലൊരു വൈറ്റ് മാർക്കിംഗ് കൊടുത്തിട്ടുണ്ട്. ഈ വൈറ്റ് മാർക്കിങ്ങിലൂടെ നമ്മൾ നടന്നിട്ട് നമ്മൾ ആ പാറയുടെ മുകളിലേക്ക് പോകണം. അവിടെയാണ് ഈ മുസ്ലിം തങ്ങളുടെ ഈ ഖമാം എന്ന് പറയുന്നത്, ഈ ഖബർ എന്ന് പറയുന്നത്. അപ്പം ഇവിടെ ഇപ്പം ഈ വാഗമൺ വരുന്ന ആൾക്കാരെല്ലാം ഇങ്ങോട്ടേക്ക് വരാറുണ്ട്. ഇവിടെ ഇന്നിപ്പം നല്ല തണുത്ത കാറ്റടിക്കുന്നുണ്ട്. കുറച്ച് പാടാണ്, എങ്കിലും മാക്സിമം പോകാൻ പറ്റുന്ന അത്രയും പോകാം. നല്ല കാറ്റാണ്. അപ്പം മുകളിലേക്ക് പോകുന്നത് കുറച്ച് റിസ്ക് ആണെന്ന് നമ്മളിവിടുത്തെ സെക്യൂരിറ്റി ചേട്ടന്മാർ പറയുന്നുണ്ട്. നമുക്ക് നോക്കാം. ഇതിൻ്റെ മുകളിലേക്ക് കയറാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. വെട്ടം വന്നിട്ടുണ്ടെങ്കിൽ നല്ല തണുത്ത കാറ്റടിക്കുന്നത്. നിങ്ങൾക്കിത് കേൾക്കാൻ പറ്റുമോ അറിയത്തില്ല. എന്തായിരുന്നു ഇവിടെ നിന്നിട്ട് ഞാനിവിടെ നിന്ന് കോട്ടയം ജില്ലയിൽ കൊണ്ടിട്ട് ഇടുക്കി ജില്ലയുടെ വാഗമണിൻ്റെ വ്യൂ ആണ് കാണിക്കുന്നത്. ഒരു ചെറിയ ട്രക്കിംഗ് സ്പോട്ടാണ്. നമുക്കൊരു 20 മിനിറ്റോളം നമുക്ക് കയറിപ്പോകാൻ പറ്റുന്നൊരു ചെറിയ മിനി ട്രക്കിംഗ് സ്പോട്ടാണിത്. പക്ഷേ ഇതൊരു നേരത്തെ പറഞ്ഞൊരു മുസ്ലിം തീർത്ഥാടന കേന്ദ്രം കൂടിയാണ്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ പ്ലാസ്റ്റിക്കോ ഒന്നും ഉപേക്ഷിക്കാൻ പാടില്ല, മദ്യപിച്ചുകൊണ്ടൊന്നും വരാനും പാടില്ല. ഒരു ടൂറിസ്റ്റ് സ്പോട്ട് എന്നാലും വലിയൊരു തീർത്ഥാടന കേന്ദ്രം കൂടിയാണ്. ഭയങ്കര കാറ്റ്. നമ്മളിനി മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. കുറച്ച് ദൂരങ്ങളുണ്ട്. വാഗമണിലൊരു ഹിഡൻ ജെമ്മാണ് ഈ സ്ഥലം. ശരിക്കും തണുപ്പ് ചെറിയ മിനി ട്രക്കിംഗ് ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഇതിൻ്റെ ടോപ്പ് എൻഡിൽ വന്നിട്ടുള്ള വ്യൂ ആണിത്. ഇനിയും കുറച്ചുകൂടി നമുക്ക് മുകളിലേക്ക് പോകാനുണ്ട്. ഇവിടെ നിന്നുള്ള വാഗമൺ മൊത്തം നമുക്ക് ഈ തങ്ങൾപ്പാറയിൽ നിന്ന് കാണാൻ പറ്റും. ഫുള്ളൊരു 360 വ്യൂ, അടിപൊളി വ്യൂ. നിങ്ങൾ വാഗമൺ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും ഇവിടെ മിസ്സാക്കരുത്. പൈൻ ഫോറസ്റ്റ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നേരെ ഇങ്ങോട്ട് കിട്ടോ, അടിപൊളിയാതെ. അവിടെ നല്ലൊരു കുളമൊക്കെ ഉണ്ട്. അതെല്ലാം നമ്മുടെ വാഗമൺ റൂട്ടാണ്. അതെല്ലാം
പോണാ മല കയറുന്നില്ലേ? ഉള്ളു കയറിയാ ചെവിയിലെ കാറ്റ് കയറിയാ? എന്നാൽ ഒത്തിരി കോട്ടേജസിൻ്റെ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. എല്ലാ കോട്ടേജസും ഫിൽഡാണ്. ഇങ്ങനെയുള്ള ഒരു കോട്ടേജസാണ് ഇപ്പോൾ വാഗമണിൽ കൂടുതലും ട്രെൻഡിങ് ആയിട്ട് കാണുന്നത്. അപ്പോൾ എല്ലാം ഇപ്പം സീസൺ ടൈം ആയിട്ട് എല്ലാം ഫിൽഡാണ്. കൂടാതെ തന്നെ പ്രൈസ് ചേഞ്ചസും നന്നായിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ പ്രൈസ് കുറവുള്ള കോട്ടേജസിൻ്റെ ലിസ്റ്റ് കൊടുക്കാം, നിങ്ങൾക്കത് ഉപയോഗപ്പെടും. കൂടാതെ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ നിങ്ങൾ കുറച്ചുകൂടെ നേരത്തെ പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ PWDയുടെ റെസ്റ്റ് ഹൗസസ് കിട്ടും. അപ്പോൾ ഞാൻ അങ്ങനെയാണ് താമസിച്ചത്. PWDയുടെ റെസ്റ്റ് ഹൗസിലാണ് താമസിച്ചത്. അപ്പോൾ അവിടെ നേരത്തെ ബുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇതിപ്പോൾ എൻ്റെ മാമൻ ബുക്ക് ചെയ്ത് തന്നതാണ്, PWD റെസ്റ്റ് ഹൗസ് ഓൺലൈൻ എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്ത് ഡേറ്റും ടൈമും നിങ്ങളുടെ ID കാർഡും ഒക്കെ അപ്ലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബുക്ക് ചെയ്യാം. 550 രൂപയേ ഉള്ളൂ. എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. വാഗമണിൽ വരികയാണെങ്കിൽ ശരിക്കും ഒരു തേയിലത്തോട്ടത്തിൻ്റെ നടുക്കാണ് ഈ ഒരു റെസ്റ്റ് ഹൗസ് ഉള്ളത്. ഞാനിപ്പോൾ തങ്ങൾപ്പാറയിൽ നിന്ന് ഇറങ്ങി തിരിച്ച് വാഗമൺ വഴി തിരിച്ച് തൊടുപുഴയ്ക്ക് പോവുകയാണ്. ഞാൻ ആ പോകുന്ന റൂട്ടിൽ കണ്ട ആ അത്രയും വലിയ പാറയാണ് തങ്ങൾപ്പാറ. അപ്പോൾ ഞാൻ ആ സ്റ്റാർട്ടിങ്ങിൽ നിന്ന് ഒരു ചെറിയ ട്രക്കിംഗ് പോലെ സ്റ്റാർട്ട് ചെയ്ത് ഞാൻ ഈ പോർഷനിൽ വന്നു. ഇവിടെയാണ് ഈ തങ്ങൾ എന്ന് പറഞ്ഞ ആളുടെ ദർഗ ഉള്ളത്. അവിടേക്കാണ് പോയത്. ഈ നമ്മൾ ഈ കാണുന്ന ഈ എൻറ്റയർ വ്യൂയുടെ പകുതി പോർഷനും ഈ തങ്ങൾപ്പാറയാണ്. ഒത്തിരി തീർത്ഥാടകർ, മുസ്ലിം തീർത്ഥാടകരായാലും ഹിന്ദുക്കളായാലും പല ജാതിയിലുള്ള മതത്തിലുള്ള ആൾക്കാരായാലും ഈ പാറയിലേക്ക് ഒരുപാട് പേരെത്തുന്നുണ്ട്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഈ നമ്മുടെ ആ പാറയുടെ ഇപ്പുറം ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ വാഗമൺ ഉൾപ്പെടുന്ന ഇടുക്കി ജില്ലയും അപ്പുറം ഭാഗം കോട്ടയം ജില്ലയുമാണ്. അപ്പോൾ നമുക്ക് ഈ രണ്ട് ജില്ലകളുടെ ഒരു 360 വ്യൂ ആ തങ്ങൾപ്പാറയിൽ നിന്നാൽ കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ വരുമ്പോൾ തങ്ങൾപ്പാറ നമ്മൾ ഒരിക്കലും മിസ് ചെയ്യരുത്. അത്രയ്ക്ക് നല്ല സ്പോട്ടാണിത്.